ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് മർ മർ എന്നാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ സിനിമ വന്നിട്ടാണെങ്കിൽ ഒരു റിയൽ ഇൻസിഡൻറ്റ് സിനിമയാണ്. അതും അധികം നാളൊന്നും ആയിട്ടില്ല. 2024 ഡിസംബർ 28 ചെന്നൈയിലെ തിരുവണ്ണാമലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജവാദു ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡൻ്റാണ് ഈ സിനിമ ആക്കി വെച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ചെറിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് ചെന്നൈയിലെ പ്രമുഖന്മാരായ ഒരു 4 യൂട്യൂബേഴ്സ് കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നിവരൊക്കെ അവർ സിനിമ റിവ്യൂ, സിനിമയുടെ ഒരു ഫസ്റ്റ് ഷോ അവർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അവർ മേക്ക് ചെയ്തിരുന്ന അവരൊരു ഡോക്യുമെൻ്ററി കണക്കൊരു സംഭവം ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ചെന്നൈയിലുള്ള തിരുവണ്ണാമലൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജവാദു ഹിൽസ് എന്നൊരു ഹില്ലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ എന്തോ ഒരു അമാനുഷികമായ ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെന്നും അവിടെ എന്തൊക്കെയോ കുറേ പ്രേത ഭൂതശക്തികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കും അതിനെപ്പറ്റിയും ചുറ്റിപ്പറ്റി കുറേ സംസാര വിഷയങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഇവർ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടി അവരങ്ങോട്ട് യാത്ര തിരിക്കുന്നത് ഒരു റിയൽ ഇൻസിഡൻറ്റിൽ, റിയൽ സംഭവത്തിൽ അവർ നോൺ സ്റ്റോപ്പറായിട്ട് ഈ ഒരു ക്യാമറ വെച്ച് സംഭവം റെക്കോർഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ കൃത്യം പറഞ്ഞ ഡിസംബർ 28 തൊട്ട് ഡിസംബർ 31 വരെ ഉള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. റിയലായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു 7 മണിക്കൂറത്തെ ഒരു കാര്യമായിട്ടാണ് ബേസിക്കായിട്ട് പറയുന്നത്. ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ അവരങ്ങനെയാണ് ഒരു നടന്ന സംഭവം അതാണെന്നാണ് അവർ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഈ ചെന്നൈയിലുള്ള തിരുവണ്ണാമലൈ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുള്ള ഈ ഒരു ജവാദു ഹിൽസിൽ പോയ ഒരു 4 യൂട്യൂബേഴ്സ്, അതിൽ 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും പിന്നെ കാത്തൂർ ഗ്രാമം എന്നൊരു ഗ്രാമമുണ്ട്. ആ കാത്തൂർ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയും കൂടെ കൊണ്ട് 5 പേരാണ് ഈ ജവാദു ഹിൽസിലേക്ക് ഈ ഒരു സംഭവം ഇതിനൊരു എന്താണെന്ന് അറിയാൻ വേണ്ടി പോയത്. ഈ പെൺകുട്ടിക്കാണെങ്കിൽ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാം, എവിടെ എന്തൊക്കെയുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആ പെൺകുട്ടിയും കൊണ്ടാണ് അവരവിടെ നിന്ന് പോയത്. പക്ഷേ ആ പോയ ആ 4 പേരെ പറ്റി ഇന്ന് വരെ, ഈ നിമിഷം വരെ പോയ 5 പേരെ പറ്റി ഈ നിമിഷം വരെ ഇന്ന് ഏപ്രിൽ 30, 2025 ഇന്നേ വരെ ഇവരാരെയും പറ്റി ഒരു വിവരങ്ങളും പോലീസിനും ആർക്കും ലഭ്യമല്ല. ഇവരെ പറ്റി ജവാദു ഹിൽസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഇവരവിടെ നിന്ന് മാഞ്ഞുപോയി, അപ്രതീക്ഷിതമായി. ഇവരെ പറ്റി ഒരു വിവരങ്ങളുമില്ല. ആകെ കിട്ടിയ ഒരു കാര്യം ഈ ഒരു ക്യാമറ മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതായത് റെക്കോർഡിംഗ് ആയിട്ടിരുന്ന ക്യാമറ തകർന്ന നിലയിലാണ് കണ്ടെത്തി. 7 ക്യാമറ തകർന്ന നിലയിൽ കണ്ടെത്തിയ ഒരു സംഭവം മാത്രമാണ് പോലീസിനും കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് വേണ്ടി ഒരു ദിവസം മൊത്തം ആ ഒരു ഫോറസ്റ്റ് ഏരിയ മൊത്തം ചെക്ക് ചെയ്തിട്ട് പോലും ഒന്നും കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെയുള്ള ഈ ഒരു കാര്യമാണ് മർമർ എന്ന് പറഞ്ഞ ഈ സിനിമയെ കൂടെ അവർ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതാണ് ആ സിനിമയുടെ ഒരു തീം. റിയൽ ഫുട്ടേജ് അവർ സിനിമയായിട്ട് ഷൂട്ടിംഗ് ചെയ്ത് വന്നിരിക്കുന്ന അഭിനയിക്കുന്ന താരങ്ങളൊക്കെ എല്ലാം പുതുമുഖ താരങ്ങളാണ്. റിച്ചി കപൂർ എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ അതിനെക്കാട്ടി പറഞ്ഞ കാര്യം ഹേമന്ത് നാരായണൻ എന്നൊരാളാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പുതുമുഖ താരങ്ങളൊക്കെ ഉണ്ട്, പേരൊന്നും അത്ര ലഭ്യമല്ല, ചെക്ക് ചെയ്യാൻ വേണ്ടി പോയില്ല. അപ്പം എന്തോ ഒരു യുവാഷിക ഷൺമുഖം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കുറേ നായികമാരൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാം പുതുമുഖങ്ങളാണ്. ആരും നമുക്ക് നേരത്തെ കണ്ട് പരിചയങ്ങളൊന്നുമില്ല. അപ്പം അതൊന്നും ഒരു പ്രശസ്തിയല്ല ഈ ഒരു സിനിമയെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു പക്ക ഒരു ഫുട്ടേജ് നമ്മൾ കാണത്തില്ല. നമുക്കൊരു ക്യാമറ ഫുട്ടേജ് നമ്മളെങ്ങനെ കാണും ആ രീതിക്കാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരു റിയൽ ഇൻസിഡൻറ്റ്, റിയൽ ഫുട്ടേജ് കൊണ്ടുവന്ന് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു ഫുട്ടേജ് ആണെന്നുള്ള കാര്യം നമുക്ക് തോന്നത്തില്ല. അത് ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കരുതും എന്തെങ്കിലും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന നേരത്ത്. കാരണം 5 പേര് മിസ്സിങ് ആയിപ്പോയൊരു കേസാണിത്. അപ്പം ആ ഒരു സംഭവം എന്തെങ്കിലും ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ ചെയ്ത്, പക്ഷെ നമുക്ക് ആ ഒരു ഫീലിങ്സ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ ഇതിനകത്ത്. അതായത് എന്തെങ്കിലും നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു ക്ലീൻ ഫോറസ്റ്റാണ്. നൈറ്റ് വിഷ്വൽസ് ആയിരുന്നാലും ഡേ വിഷ്വൽസ് ആയിരുന്നാലും പക്ക ഒരു ഫോറസ്റ്റ് ഏരിയ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് മേക്കിംഗ് കൊണ്ട് ഗംഭീരമായിരുന്നു. ഒരു റിയൽ ഫുട്ടേജ് നമ്മൾ എങ്ങനെ കാണും അതേ കണക്കത്തെ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ പാരാനോർമൽ ആക്ടിവിറ്റി എന്നൊരു സാധനം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈബ്രേഷൻസ് ഈ ക്യാമറയിലൊക്കെ ഇങ്ങനെ പതിയും. അതിൻ്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചെന്നുള്ള കാര്യങ്ങൾ തന്നെ ഏറ്റവും മികച്ചത്. പിന്നെ പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ
കുറച്ച് ക്ലൈമാക്സ് സീനെത്തുന്ന ഒരുപാട് എലമെൻറ്റ് നമുക്ക് അത്രയ്ക്ക് ഹോറർ ഒരു ഭയങ്കര ഹോററായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിലാണ് വരുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ, ഈ മർമർ എന്ന് പറഞ്ഞ ഈ സിനിമ ഒരു ഡോക്യുമെൻ്ററി ഫിലിമായിട്ടാണ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു രീതിക്കാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഡോക്യുമെൻ്ററി, ഒരു റിയൽ ഫുട്ടേജ് സിനിമ ആക്കി വെച്ചിരിക്കുന്ന കണക്കത്തെ ഇൻട്രസ്റ്റിംഗ് ആണ് പടം കാണാൻ. എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി മുന്നോട്ടാണ് ഈ സിനിമ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ടുകളില്ല, BGM ഇല്ല, ഒരു പക്കാ സംഭവം, ഒരു റിയൽ സംഭവം എങ്ങനെ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലൈമാക്സിലുള്ള ഒരു ഹോറർ എലമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രം ഒന്ന് പേടിക്കാൻ വേണ്ടിയുണ്ട്. പിന്നെ കുറച്ച് ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് നമ്മളിപ്പം ആദ്യമായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു ഹോറർ സിനിമയാണ്. നമ്മൾ ഇതിനെക്കാട്ടിയൊക്കെ ഭയാനകമായ ഹോറർ സിനിമകൾ കണ്ടപ്പോൾ നമുക്ക് ആ കാണിക്കുന്ന ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നത്തില്ല. പക്ഷേ എന്നാൽ ക്ലൈമാക്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. പിന്നെ ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കാൻ നേരത്തെ ഇപ്പം നമുക്കിവിടെ നിലവിൽ പറയേണ്ട കാര്യം, ഈ യങ് യൂട്യൂബേഴ്സിനൊക്കെ ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ചലഞ്ച് ചെയ്യാൻ വേണ്ടി പണി കിട്ടിപ്പോയ സംഭവമാണ്. ഇപ്പം ഒന്ന് ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം, റിയൽ ഇൻസിഡൻ്റ് ആണത്. ഈ 4-5 പേരൊക്കെ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക, എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? ഈ പാരാനോർമൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ റിയൽ ഗോസ്റ്റ് എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. അവർ പറയുന്നത് 5 പേര് മിസ്സിങ് ആണെന്ന്, അവരെ ക്യാമറ മാത്രം കിട്ടി അവർ മാഞ്ഞു പോയെന്നൊക്കെയാണ് പറഞ്ഞത്. അവരെ പറ്റി ഒരു വിവരങ്ങളൊന്നും കിട്ടിയിട്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് ചെന്നൈയും തിരുവണ്ണാമലയും ജവാദ് ഹിൽസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു കാര്യം കാണും. കാരണം രണ്ട് ഗേൾസ്, 2 ബോയ്സ്, ഒരു കൊച്ചുകുട്ടി, ഒരു പെൺകുട്ടി, ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടീനെ കൊണ്ടൊക്കെയാണ് അവരിങ്ങനെ പോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണാതിരിക്കത്തില്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സിനിമയായിപ്പോയത്. ഇങ്ങനൊരു ജോണർ ഇന്ത്യൻ സിനിമയിൽ പോലും ആദ്യമായിട്ടാണ് എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്ന ഈ സിനിമ. നമുക്ക് ഭയങ്കര ഒരു എൻഗേജ്ഡാണ്. എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എൻഗേജ്ഡ് തന്നെയാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു പുതിയ അനുഭവമായിരിക്കും. പിന്നെ ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഹൊറർ എലമെൻ്റൊക്കെ വരുന്നതുകൊണ്ട് അത് അത്രയ്ക്ക് ഒരു മുൻകരുതലോടുകൂടിയാണ് പടം കാണേണ്ടത്. അത്രയ്ക്കൊരു ഡെവിലിഷായിട്ടുള്ള കുറച്ച് ഹൊറർ എഫക്റ്റും കാര്യങ്ങളൊക്കെ സിനിമയിൽ കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മർമർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി ഇത്തവണ പറയുള്ളത് റിയൽ ഇൻസിഡൻറ്റ്, റിയൽ ഫുട്ടേജ് ഒരു കാര്യങ്ങളൊക്കെ സിനിമയാക്കിയതാണ് ഈ ഒരു മർമർ എന്ന് പറഞ്ഞ സിനിമ. ചെന്നൈയിലെ തിരുവണ്ണാമല ഏരിയയിൽ ജവാദ് ഹിൽസ് എന്നൊരു സംഭവമാണ് ഇതിപ്പം സിനിമ ആക്കി ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളൊരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം നിങ്ങളെടുത്ത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഈ സിനിമ മസ്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് വിളിക്കണം. കാരണം നിങ്ങൾ ഇങ്ങനൊരു സിനിമ നിങ്ങളിവിടെ കണ്ടു കാണത്തില്ല. പിന്നെ സിനിമ നോക്കുകയാണെങ്കിൽ കൊള്ളാം, പക്ഷേ കുറച്ചും കൂടി ആ ഒരു ഹോറർ എലമെൻ്റൊക്കെ ഒന്ന് നേരത്തെ ഉൾപ്പെടുത്തി കൊണ്ടുവന്നെങ്കിൽ നന്നായി പോകുന്നത്. നമുക്കതിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ഒരു റിയൽ ഫുട്ടേജാണല്ലോ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത്രയ്ക്കുള്ള പറഞ്ഞിട്ട് ലൈറ്റായിട്ട് ഹോറർ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മികച്ച ഡോക്യുമെൻ്ററി ഫിലിമാണ് മർമർ എന്ന് പറഞ്ഞ സിനിമ. ഇത്ര എനിക്ക് പറയാൻ വേണ്ടി ഇതാണ് മർമർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് മസ്റ്റായിട്ട് നിങ്ങൾ ഈ സിനിമ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ഒരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സിനിമ തരാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യം വെച്ച് ഇതാണ് മർമർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജെനുവിൻ സിനിമ റിവ്യൂവിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റ് സിനിമയുടെ റിവ്യൂ ആയിട്ടുള്ളത് ഇത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.